തീർന്നില്ല. ഒരാള് എല്ലാ ദിവസവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അവന്റെ പാപം പൊറുക്കും സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ ഈ ഓതിയൊക്കെ ഹദീസാട്ടെ, എന്റെ കയ്യിൽ നിന്നല്ല. ഒരുപാട് ആയത്തോ ഹദീസ് നമ്മളോട് ഓതിയിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ ഫീ കുല്ലി യൗം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഔ ഹുത്തത ഖതായാ. ആരെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ, ഇത് റമളാനി മാത്രമല്ല, റമളാൻ അല്ലാത്തപ്പോഴും മുടങ്ങാതെ എന്ത് നില്ലുന്നു? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പണ്ടൊക്കെ മഗ്‌രിബിന് മുമ്പ് പള്ളികളിൽ അത് ചെല്ലായിരുന്നു. മുത്തഅല്ലിമീങ്ങളോടൊപ്പം ചേർന്നിരുന്ന കാരണവന്മാരും ചെല്ലുമായിരുന്നു. ഇന്ന് ആരും കാണുന്നില്ല. ഇന്ന് മൗലിദ് ഓതുകയാണെങ്കിൽ തന്നെ പള്ളിയിലെ മുല്യാര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇല്ല. ഓതിയില്ലെങ്കിൽ മുല്യാര് ഗെറ്റ് ഔട്ട്, പുറത്തോട്ട് വിടുക. അല്ലേ? ഓതാൻ കൂടാരുമില്ല. അള്ളാഹ് ഓതിയില്ലെങ്കിൽ ഹൽക്കിന് പിടിക്കാനും ആളുണ്ട്. ശമ്പളം കട്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എവിടെയാണ് നമ്മുടെ അവസ്ഥ? ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ദിനേന 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര പ്രാവശ്യം ചൊല്ലണം? 100 പ്രാവശ്യം ദിവസവും ചൊല്ലണം. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ തീർന്നില്ല. അടുത്ത ഹദീസ് നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹു ഫീ ഖദമിഹി ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹു ഫീ ഖദമിഹി ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. മുഅ്മിനായ മനുഷ്യന് മനസ്സിലൊരു വിഷമം വന്നാൽ, മുഅ്മിനായ മനുഷ്യന് മനസ്സിലൊരു പ്രയാസമുണ്ടായാൽ, ഒരു മനക്ലേശമുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിപത്ത് അവന് വന്നു പിണഞ്ഞാൽ, കുടുംബത്തിലൊരു മരണം സംഭവിച്ചാൽ, അവന്റെ സമ്പത്തി എന്തെങ്കിലും ശോഷണമുണ്ടായാൽ, അവന് മാനസികമായ ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടാൽ, എന്തിനേറെ അവൻ നടന്നു നീങ്ങവേ വഴിയരികിൽ നിന്നൊരു കാലിലേക്കൊരു മുള്ള തറച്ചാൽ പോലും അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ കാരണമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ മുഅ്മിനാണോ? നീ നിസ്കാരം നിലനിർത്തുന്നവനാണോ? നീ നോമ്പുകൾ നോറ്റുവീട്ടുന്നവനാണോ? നീ സക്കാത്തുകൾ കൊടുത്തു വീട്ടുന്നവനാണോ? നീ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണോ? നീ നിരാലംബർക്ക് അവലംബമാകുന്നവനാണോ? നീ നിരാശർക്ക് ആശ്രയത്വം കൊടുക്കുന്നവനാണോ? നീ വുളൂഅ് നിത്യമായി എടുക്കുന്നവനാണോ? നീ നടന്നു നീങ്ങുന്ന വഴിയിൽ ഒരു മുള്ള് നിന്റെ കാലിലേക്ക് തറച്ചാൽ പോലും നിനക്ക് അല്ലാഹു പാപം പുറത്തു നൽകുമേ അതിലൂടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മുഅ്മിനിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. അവന്റെ കാലിലൊരു മുള്ള് തറച്ചാൽ പോലും പാപം പൊറുക്കാനാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഒന്നും രണ്ടോന്നല്ല, ഇഷ്ടം പോലെയുണ്ട്. എത്ര എണ്ണിയത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ നമുക്ക് ഈ റമദാനിൽ ചെയ്യാൻ പറ്റുന്നതാ. ഈ പറഞ്ഞതൊക്കെ ഹജ്ജ് ഒഴിച്ച്. ഹജ്ജ് റമദാൻ കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. ബാക്കിയെല്ലാം നമുക്ക് റമദാനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പറഞ്ഞില്ലേ? പള്ളിയിലേക്ക് പോവുക പറ്റുന്നതാണോ? പറ്റുന്നതാണ്. പാപം പൊറുക്കും. ഒളു എടുക്കുക പറ്റുന്നതാണോ? പറ്റുന്നതാണ്. ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ ഒളു എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹിസാബ് കുറഞ്ഞു കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റേത് ബൈത്തുൽ മാലല്ലേ. ചിലർ പള്ളി വന്നിട്ട് ഇങ്ങനെ പൈപ്പ് തുറന്നു വെച്ചിട്ട് വെള്ളം ഇങ്ങനെ കളയും. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല എന്നാണ് മസ്അല. 3 പ്രാവശ്യം വെച്ചുകൊണ്ട് തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ ചെയ്യൽ സുന്നത്താണ്. യുസന്നു തസ്ലീസു 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. തല തടവുക 3 പ്രാവശ്യം, ചെവി തടവുക 3 കൈയും കാലും ഒക്കെ കഴുകുക 3 അങ്ങനെ 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. റസൂലുള്ളാഹിന്റെ ചര്യയാണ്.
വയുക്കറഹു സിയാദത്തു അലൈഹ, അതിനേക്കാൾ ഒരു പ്രാവശ്യം അനാവശ്യമായി വെള്ളമെടുത്ത് അധികരിപ്പിക്കുന്നത്, നിന്റെ സ്വന്തം പൈസ കൊടുത്തിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് നീ കിണറ്റിൽ നിന്ന് മോട്ടോർ വെച്ചിട്ട് നിന്റെ ടാങ്കിനുള്ളിലേക്ക് അടിച്ച വെള്ളം അതിങ്ങനെ പൈപ്പ് വഴി കൃത്യമായിട്ട് ഓസിലൂടെ ഇങ്ങനെ കിട്ടാൻ റാഹത്തായിട്ട് വാപ്പ തന്നതാണ് അല്ലെങ്കിൽ ഉമ്മ സമ്പാദിച്ചതാണ്, എന്തു ആയിക്കോട്ടെ, നാലാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അത് കറാഹത്ത. പണ്ഡിതന്മാർ പറയാ കർമ്മശാസ്ത്രത. അത് പൊതു സ്വത്താണ് എങ്കിൽ, പള്ളിയുടേതാകുന്ന സ്വത്താണ് എങ്കിൽ, നാലാമത് നീ എടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഹറാമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലായില്ല? പറഞ്ഞത് മനസ്സിലായി? ഉറക്കം വരുന്നുണ്ട്, ഞാൻ നിർത്താൻ. എല്ലാവർക്കും ഉറക്കം വീണാണ്. കുഞ്ഞാണി സാഹിബിന് മാത്രം ഉറക്കമില്ല, ബാക്കി എല്ലാവർക്കും ഉറക്കം വരും. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വേഗം നിർത്തും. ഞാനിങ്ങനെ വേഗം പറഞ്ഞു നിർത്താതെ നോൺ സ്റ്റോപ്പ് ആക്കിയിട്ട് പോകുന്നെന്താ, നിങ്ങൾക്ക് അത്രയും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആയത്തോ ദിവസം ഇങ്ങനെ ഓതി പോകുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഇല്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്താ പറഞ്ഞ ഒരു മസലേ പറഞ്ഞത്, നമ്മുടെ മക്കളൊക്കെ പള്ളിയിൽ പോകുമ്പോ ശ്രദ്ധിക്കണം. വെറുതെ വെള്ളം ഇങ്ങനെ കോരിക്കളെ അത്രയാ ദൂർത്തടിക്കുന്നത്. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അൽഹംദുലില്ലാ, റാഹത്തായില്ലേ. വെള്ളം വളരെ സൂക്ഷിക്കണം. പള്ളി കമ്മിറ്റി ഇഷ്ടംപോലെ കാശുള്ളവരാണ്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ, എന്റെ വാപ്പായും കൂടി ഇതിന്റെ കമ്മിറ്റിയിലുണ്ട്, ഇഷ്ടംപോലെ കാശൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, വരുമാനമുള്ള പള്ളിയാണ്. എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ചെലവഴിക്കുന്ന വെള്ളത്തിന് ഹിസാബുണ്ട്, പ്രത്യേകിച്ച് പള്ളിയിൽ. യുസന്നു തസ്രീഫു കുല്ലു മിൻ മഗ്സൂലിൻ വമംസൂഹിൻ വയുക്റഹു സിയാദത്തു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. നാലാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന വെള്ളം എന്താണത്? ഹറാമാണ്. അനാവശ്യമായിട്ടാണെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ചില ആളുകൾ ചെരുപ്പ് കഴുകുന്ന എവിടെയാ? പള്ളിയിലെ വെള്ളത്തിൽ. നല്ല റാഹത്തായിട്ടാവുന്നത് കാല് ചെരുപ്പ് കഴുകുക. ചിലര് ഒരു ലക്സിന്റെ സോപ്പും വാങ്ങിച്ചോട്ട് ഭിത്തി കൊണ്ട് ഇങ്ങനെ ഉരച്ചു വെച്ചിട്ടുണ്ട് പള്ളിയുടെ മതിലേ. തലയകത്തിട്ട് ഉരയ്ക്കും, തല പതുക്കെ കഴുകി നല്ല റാഹത്തായിട്ട് പേനൊക്കെ ഇറക്കി കളയാണ്. അവിടെ ഈരെല്ലാം അവിടുന്ന് ചീകി റാഹത്തായിട്ട് പോവാ. പള്ളിയിൽ നിന്ന് കുളിച്ചിട്ടേ പോവുള്ളൂ. ഉണ്ട്, നമ്മുടെ കൗമിൽപ്പെട്ട ഇഷ്ടം പോലെ ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ചിലർക്ക് മലമൂത്ര വിസർജനം എവിടെയേ പറ്റുള്ളൂ? പള്ളിയിൽ തന്നെ പറ്റുള്ളൂ. മൂത്രം ഒഴിക്കുന്നത് ചിലപ്പോ യാത്രക്കാരാണ്, ചിലപ്പോ ഒക്കെ. ഇത് തൊട്ടപ്പുറത്ത് വീടുള്ളവനെന്തിനാ പള്ളി മൂത്രപ്പേര് ഇവിടെ തന്നെ ഉപയോഗിക്കുന്നു? ഷുഗർ ബാധിത അങ്ങനെയുള്ള അസുഖക്കാരൊക്കെ ആണെങ്കിൽ പോട്ടെ. ഇനി അതല്ല, വീട്ടിൽ നിന്ന് ഒതുകൊടുക്കാൻ പറ്റിയില്ല, വേറെ വഴിക്ക് വന്നിട്ട് അങ്ങനെ ആയിപ്പോയതാണ്, യാത്രക്കാരനാണ്. ഇത് ഇവിടെ തന്നെ കാര്യം സാധിക്കും. രാവിലെ സുബഹി കഴിയുമ്പോൾ ഇവിടെ കയറിയിട്ടേ പോവുള്ളൂ. ഇത്തിക്കാഫ് 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടേ പോവുള്ളൂ. പള്ളിയിലെ ബാത്റൂം, ടോയ്ലറ്റ്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഞാൻ അതിനാരും വിഷമം വെക്കണ്ട, ഞാൻ പറയാണ് എന്ത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഉപയോഗിക്കാനുള്ളല്ലോ, ഉപയോഗിച്ചോ. പക്ഷെ നമ്മുടെ സ്വന്തം പോക്കറ്റിലെ പൈസ അല്ലത്. പള്ളിയിലേക്ക് ഒരു ബക്കറ്റിൽ എന്തെങ്കിലും 10 രൂപ ഇടാൻ പറയുമ്പോൾ വിഷമം. അങ്ങനെ ഇട്ടിട്ടാണ് ഇത് കാണിക്കുന്നെങ്കിൽ പിന്നെയും പടച്ചറപ്പിന്റെ മുന്നിൽ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാന്ന് വെക്കാം. ഇതിങ്ങനെ നമ്മൾ ദൂർത്തടിക്കാൻ എത്രയാ വെള്ളം ചെലവഴിക്കുക. വീട്ടിൽ തന്നെ കുളിക്കാൻ വേണ്ടി പെൺമക്കളാകുന്ന ആളുകളും ടോയ്ലറ്റിലേക്ക് 3 മണിക്കൂർ എടുക്കാൻ, പിന്നെ ഇറങ്ങുന്നില്ല, വെള്ളം ഇങ്ങനെ കോരുക. ചിലർ ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചിട്ട് തലയിൽ ഒഴിക്കുന്നുണ്ട്. പുറകിൽ ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ അവർക്ക് കുളിച്ചിട്ട് പണ്ടേ പോവാം. 10 പേർക്ക് കുളിച്ചിട്ടു. അതുപോലെ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്നു. തലയിലൊന്നും വീഴുന്നില്ല, എല്ലാം പുറകിലോട്ട് പോയി. നമ്മൾ പൈപ്പ് തുറന്ന് വെള്ളം പിടിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. കാരണം കുറഞ്ഞ വെള്ളം കൊണ്ട് കുളി മതിയാക്കും. 1/2 ബക്കറ്റ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. ഹദീസാണ്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 1/2 ബക്കറ്റുള്ളൂ മാക്സിമം. വലിയ ബക്കറ്റല്ല, ചെറിയ ബക്കറ്റ്. 1/2 ബക്കറ്റ് വെള്ളം കൊണ്ട് ആര് കുളിക്കും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ അനുയായികളാണ് നമ്മളോ ബാത്റൂമിൽ കയറി വെള്ളം കാണാൻ ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഇരുന്നോണ്ട് ഒരു 10 ചീത്ത. നോമ്പ് പോയാലും കുഴപ്പമില്ല. രാവിലെ തന്നെ മോട്ടർ ഇടണോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളമില്ല, ഇവിടെ മനുഷ്യനെ കിടന്ന് ഇടങ്ങേറാകുകയാണ്. ആകെ ഇടങ്ങേറ. 1/2 ബക്കറ്റ് കൊണ്ട് വല്ല നിൽക്കുവോ കാര്യം? അല്ലാ 10 ബക്കറ്റ് ഒഴിച്ചാലും ചിലർക്ക് വസ്വാസ് തീരൂല. ചിലർ ബാത്റൂം മുഴുവൻ കഴുകുക, ഭിത്തിയിലോട്ട് മുഴുവൻ ഒഴിച്ച് ഉള്ള ഒരച്ച് നേരം വെളുക്കും. വസ്വാസ്. വെള്ളം എത്ര കളയുന്നു? നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. വുളൂ ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മസ്സറഫു യാ സഅദു, എന്തൊരു ധൂർത്താണ് സഅദ്? ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹിയോട് പറയുകയാണ്, അഫിൽ വുളൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്, ഞാൻ എടുക്കുന്നത് വുളൂ ആണ് റസൂലേ. ഞാൻ വെറുതെ വെള്ളം കളയുകയല്ല, വുളൂഇന് വേണ്ടിയാണ്, ആരാധനയ്ക്ക് വേണ്ടിയാണ്, പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വൃത്തിയായി ചെയ്യണ്ടേ, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്
നല്ലത് എന്ന് റസൂലുള്ളാഹിയോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പാടില്ല പാടില്ല. ഒളു ആണെങ്കിൽ പോലും അതിശക്തമായി ഒഴുകുന്നതാകുന്ന ഒരു നദിയുടെ തീരത്തിരുന്നു കൊണ്ട് നീ ഒളുവെടുത്താലും അനാവശ്യമാകുന്ന വെള്ളം നീ കളയാൻ പാടില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതിശക്തമായി ഒഴുകി വരുന്നതാകുന്ന നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന ഒരു നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ ഒളുവെടുത്താലും ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ ഈ നദിയിൽ, ഈ സമുദ്രത്തിൽ, ഈ ജലാശയത്തിൽ എന്ന് കരുതിയാൽ പോലും നീ ഒളുവെടുക്കുന്ന വെള്ളത്തിൽ ഹിസാബുണ്ട്, അതിൽ ദൂർത്തരുതേ എന്ന് സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു കാരുണ്യത്തിന്റെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കണം, ഒളുവെടുക്കുമ്പോ വലിയ നദിയുടെ തീരത്തിരുന്ന് ഒളുവെടുത്താൽ പോലും നീ ശ്രദ്ധിക്കണോന്ന് മനസ്സിലായിക്കോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അധികമാണ്, മോശമായ രീതിയിലേക്ക് പോയിട്ടുണ്ട്, അശ്ലീലമാകുന്ന ചുവയുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്, ലഹരി നുണഞ്ഞിട്ടുണ്ട്. ഈ അടുത്തല്ലേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ കോളേജിൽ പോയി പഠിച്ചു വന്നതാകുന്ന പെൺകുട്ടി, 21 വയസ്സുള്ളതാകുന്ന പൊന്നുമോള്, അവൾ വീട്ടിനുള്ളിലേക്ക് നടക്കുന്ന വഴിയരികിൽ മറ്റൊരു പുരുഷൻ കടന്നു നിന്നുകൊണ്ട് അവളെ കടന്നു പിടിച്ച് തൊട്ടടുത്തുള്ളതാകുന്ന 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് അവളെ വലിച്ചെറിയുകയാണ്. അവനേക്കാൾ ഉയരമുള്ള 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് 21 വയസ്സുള്ളതാകുന്ന ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ച് കുതിരി മാറാൻ ശ്രമിക്കുമ്പോഴും പിടിമുറുക്കി അവളെ വലിച്ചപ്പുറത്തേക്ക് ഇട്ടിട്ട് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് ചാടിക്കടന്ന് അവളെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ, അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുതിരി മാറി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയതാകുന്ന പെൺകുട്ടി നാട്ടുകാരെ വിളിച്ചുകൂട്ടി പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അവന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ രൂപവും ഭാവവും കോലുമെന്ന് പറയണമെന്ന് പറയുമ്പോൾ വിശദീകരിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അടുത്തുള്ളതാകുന്ന വീടുകളിലെ കടകളിലെ CCTV ക്യാമറകൾ നിരീക്ഷിച്ചാളെ കൊണ്ടുവന്നു, ഐഡന്റിഫൈ ചെയ്തു. ഇവൻ തന്നെയാണ്, ഒരു ചെറിയ പയ്യനാണ്, 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, പൊടിമീശക്കാരനാണ്, ഉരുണ്ടതാകുന്ന ശരീരപ്രകൃതിയാണ്, പൊക്കം കുറുകിയതാകുന്ന മനുഷ്യനാണ്. നോക്കണം നിങ്ങൾ, 21 വയസ്സുള്ള അവനേക്കാൾ പ്രായമുള്ളതാകുന്ന പെൺകുട്ടിയെ കടന്നു പിടിക്കുക മാത്രമല്ല, കുതിറി ഓടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിനെ കണ്ട കരവലയത്തിനുള്ളിൽ നോക്കി 1.5 മീറ്റർ അവനേക്കാൾ ഉയരമുള്ളതാകുന്ന لا حول ولا قوة إلا بالله العلي لا حول ولا قوة إلا بالله العلي لا حول ولا قوة إلا بالله. الله أكبر. الله لا إله إلا الله. اللهم رب എല്ലാവരും ഒരു ആയത്തുൽ കുർസി ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم ولا يحيطون بشيء من علمه إلا بما شاء ولا يؤوده حفظهما
അള്ളാഹു നമ്മളെ ഖബൂലാക്കുമാറാവട്ടെ. 21 വയസ്സുള്ളതാകുന്ന പെൺകുട്ടിയെ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല, അവളെ വ്യഭിചരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാകുന്ന ചെറുപ്പക്കാരന്റെ പ്രായം 16. 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു അവനെ. എന്തുകൊണ്ട് അവന് കിട്ടിയ ആരോഗ്യം? പോലീസുകാർ അവനെ ശരിക്ക് പരിശോധിച്ചപ്പോൾ മാരകമാകുന്ന MDMA എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നത്തിന് അടിമയായിരുന്നവൻ, സ്ഥിരമായവൻ ഉപയോഗിക്കുന്നതാണ്. എവിടെയാണ് ഇന്നത്തെ തലമുറ എത്തിയിരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് കഴിഞ്ഞ കൊല്ലം നാദിറ എന്ന് പറയുന്നതാകുന്ന പ്രിയപ്പെട്ട ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ, 21 വയസ്സുള്ളതാകുന്ന ഒരു മകനെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളഞ്ഞു. എന്തിന്റെ പേരിൽ? ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ലഹരി നുണഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞ ദിവസം അവൻ എന്നെ കയറി പിടിച്ചു. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത എന്നോണം ഞാൻ അവനെ കൊന്നുകളഞ്ഞതാണ്. എനിക്ക് സഹിക്കുന്നില്ല. എന്താണ്, എവിടെയാണ് എത്തിയിരിക്കുന്നത്? സ്വന്തം മാതാവിനെ പോലും കടന്നു പിടിക്കുന്ന കാലഘട്ടം ലഹരിയിലൂടെ. ഇന്നത്തെ തലമുറ എവിടെയാണ്? ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഉസ്താദ് എന്താണ് ഈ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതില്ല. പക്ഷേ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളൊക്കെ ഇന്ന് കഞ്ചാവിനും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ അടിമപ്പെടുന്ന മക്കളാണ്. എത്രയോ മക്കൾക്കാണ് ബാഗ് തൂക്കിയിട്ട് അവരുടെ ബാഗിനുള്ളിൽ പൈസ കൊടുത്തിട്ട് അവരെയൊക്കെ മീഡിയയായി വർത്തിക്കുകയാണ്, ഹുണ്ടിയായിട്ട് അയക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് ചെറിയ മക്കളെ, +2 പഠിക്കുന്ന മക്കളെയൊക്കെ അവരുടെ ബാഗിനുള്ളിൽ പൈസ കൊടുത്തിട്ട് വലിയ വലിയ ഹാജിയാക്കന്മാര് പറഞ്ഞു വിടുകയാണ്. AC കൊടുക്കുകയാണെങ്കിൽ മക്കൾ കുടുങ്ങിക്കോട്ടെ, പൈസ വിടുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ കൊണ്ടേ എത്തിക്ക്, ഇവിടെ കൊണ്ടേ എത്തിക്ക്. ഇത് മക്കൾ പ്രചോദനം കൊടുക്കാണ്. ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിൽ വലിയ കൂടിയ മൊബൈൽ ഫോണുകൾ. എവിടുന്നാണ് ഇവൻ ഐഫോൺ വാങ്ങാനുള്ള പൈസ? എവിടുന്നാണ് ഇവൻ ആൻഡ്രോയിഡിൽ തന്നെ ഏറ്റവും വലിയതാകുന്ന വില കൂടിയതാകുന്ന S22 ഒക്കെ ഇവന്റെ കയ്യിൽ, അൾട്രാ മൊബൈൽ വേർഷൻ ഒക്കെ ഇവന്റെ കൈകളിൽ എങ്ങനെ വന്നു? 13 Pro Max ഒക്കെ എങ്ങനെ ചെറിയ കുട്ടികളുടെ കയ്യിൽ അനുഭവം കൈവന്നു? എന്തുകൊണ്ട് മാതാപിതാക്കൾ ചോദിക്കുന്നില്ല? പെൺകുട്ടികളുടെ കൈകളിൽ മൊബൈൽ ഫോൺ കാണുമ്പോൾ പോലും, അവളൊരു പുതുവസ്ത്രം അണിയുമ്പോൾ പോലും മാതാപിതാക്കൾ എന്തുകൊണ്ട് ജാഗ്രത പുലർത്തുന്നില്ല? മോളെ, നിനക്കിത് എവിടുന്ന് കിട്ടി? ആരാണ് നിനക്കിത് നൽകിയത് എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മാതാപിതാക്കളുള്ള കാലഘട്ടത്തോളം ഈ നാട് നന്നാവൂല, നമ്മുടെ മക്കൾ നന്നാവൂല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചോദിക്കാൻ ഒരു കാലഘട്ടത്തിൽ തയ്യാറായിരുന്നു. ഇന്ന് എത്ര ജോഡി ഡ്രസ്സുകളാണ് കാമുകൻ വാങ്ങിച്ചു കൊടുക്കുന്നത്? മറ്റൊരുത്തനെ പരവതാനി വിരിച്ചു കൊടുത്തതിന്റെ പേരിൽ, മറ്റൊരുത്തനെ പാവിരിച്ചു കൊടുത്തതിന്റെ പേരിലാണോ നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന വസ്ത്രം വന്നത്, അവരുടെ കൈ കിടക്കുന്ന മോതിരം വന്നത് എന്ന് ചിന്തിക്കാൻ ഭർത്താവ് സന്നദ്ധനാകണം, ഭർത്താവ് അത് ശ്രദ്ധിക്കുന്നവനാകണം. പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുള്ള കാലഘട്ടമാണ്. നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ സ്വന്തം ഭർത്താവിന് വേണ്ടി ശരീരം മുഴുവനെ കാത്തു സംരക്ഷിച്ചിട്ട് പോലും പ്രവാസ ലോകത്ത് നിലകൊള്ളുന്നതാകുന്ന ഭർത്താക്കന്മാർ മറ്റുള്ളതാകുന്ന കാമുകിമാരെ തേടിപ്പോയി രാത്രിയുടെ യാമങ്ങളിൽ രഹസ്യമായി വേഴ്സ് നടത്തുന്ന പ്രവാസി സുഹൃത്തുക്കളും ഒരുപാടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. രണ്ടും പറയണോ? സ്ത്രീകളെ മാത്രമല്ല, പുരുഷന്മാരിലുമുണ്ട് തെറ്റുകാർ. ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു കാമുകിയുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താൻ തയ്യാറുള്ള 4-5 മക്കളുള്ളതാകുന്ന പിതാക്കന്മാരുള്ള കാലഘട്ടം. 4-5 പ്രസവിച്ചിട്ട് പോലും 18 തികയുന്നതാകുന്ന കൊച്ചുകുട്ടികളുമായി ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്നതാകുന്ന വലിയ വലിയ ഉമ്മമാരുള്ള കാലഘട്ടം. പഠിക്കുന്നതാകുന്ന കുട്ടികൾ, ആ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ പോലും പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പൊക്കിൽ കുഴിയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം വരുന്ന കാലഘട്ടം. പഠിപ്പിക്കുന്നതാകുന്ന ടീച്ചറോ താൻ പഠിപ്പിക്കുന്നതാകുന്ന വിദ്യാർത്ഥിയുടെ കണ്ണിൽ കാമം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന അധ്യാപകരുള്ള കാലഘട്ടം. എവിടെയാണ് ഇന്നത്തെ തലമുറ പോകുന്നത്? എവിടേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്? പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കണ്ണിൽ പോലും കാമം കണ്ടെത്താൻ, അവരുമായി ശയ്യവരംഭിക്കാൻ, അവരുമായി കടന്നുറങ്ങാൻ, അവരെ കിടപ്പവരിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതാകുന്ന വിദ്യാഭ്യാസ വിദഗ്ധർ എന്ന് സമുദായം മുദ്രകുത്തിയ അധ്യാപകരുള്ള കാലഘട്ടം. നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ലേ എത്ര ആളുകൾ? വിദ്യ നുകരുന്ന ആളുകൾ തന്നെയല്ലേ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്ന കാഴ്ചകൾ നമ്മൾ നേർക്ക് നേരെ കാണുകയല്ലേ? അമേരിക്കയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജോലി ചെയ്യുന്നതാകുന്ന മക്കൾ, അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏക്കർ കണക്കിന് ഭൂമിയിലുള്ളതാകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഹോം നേഴ്സിനെ നിർത്തിക്കൊണ്ട് മാതാപിതാക്കൾ നോക്കുന്ന കാലഘട്ടം. ഇല്ലെങ്കിൽ അതും പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഡേ കെയറുകൾ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ഇടുന്ന കാലഘട്ടം.
വൃദ്ധസദനങ്ങൾ അധികരിച്ചതുപോലെ അമ്മത്തൊട്ടിലുകൾ അധികരിച്ച കാലഘട്ടം. ചെറിയ ചെറിയ മക്കൾ വഴിയോരികൾ പ്രസവിച്ചു വരുന്ന മക്കളെ നോക്കാനില്ലാതെ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയി ചെറുക്കുന്ന കാലഘട്ടം ഇന്ന് സാധാരണമാണ്. ഇന്ന് വല്ലാതെ വ്യാപിച്ചു വരികയാണ് സമൂഹത്തിൽ. മനുഷ്യൻ ചെയ്യുന്ന നീചകൃത്യങ്ങൾ, തെറ്റുകൾ എത്രയാണ്. നമ്മളൊക്കെ വലിയ മാന്യന്മാരായി ഈ സമൂഹത്തിൽ കോട്ടും സൂട്ടും എണ്ണിക്കൊണ്ട് നിലകൊള്ളുകയാണ്. നമ്മുടെയൊക്കെ ഉള്ളറകളിലേക്ക് ഇറങ്ങിയാൽ എത്രത്തോളം വികൃതമാണ് നമ്മുടെ മനസ്സ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന വിവിധങ്ങളാകുന്ന ആപ്പുകൾ, മാതാപിതാക്കൾ അറിയാത്ത എത്രയോ ആപ്പുകൾ സ്നാപ്ചാറ്റിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ അന്യരാകുന്ന കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന മുസ്ലിം സഹോദരിമാർ ഇന്ന് കുറവല്ല. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വാപ്പയും ഉമ്മയും തന്റെ പ്രിയപ്പെട്ട മകന് 8ാം ക്ലാസ്സിലും 10ലും 10ാം ക്ലാസ്സിലും +2 പഠിക്കുന്ന പ്രിയപ്പെട്ട ചെറിയ മക്കൾക്ക് കൊടുത്തതാകുന്ന മൊബൈൽ ഫോണിലൂടെ, ടാബിലൂടെ നേരം വെളുക്കുന്നതുവരെ കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താനുള്ള വഴിക്കച്ചവടമായി നിലകൊള്ളുന്നതാകുന്ന സഹോദരിമാർ അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അല്ലെ, വാങ്ങുന്നത് തന്നെ ഇല്ല. വാപ്പായും മോളുടെ കയ്യിൽ തന്നെ കൊടുത്തിരിക്കുക. അവൾ പഠിക്കുന്ന സമയം എപ്പോഴാ, എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്, എത്ര മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത്, ഇത് വാപ്പ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ഉമ്മ അറിയണം. സ്വന്തം ഭർത്താവിന്റെ വീടുകളിലും കാര്യകർത്താവ് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട പെണ്ണ്, ഭാര്യ എന്തേ അവളെ മടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്? നീ തസ്ബീഹ് പിടിച്ചത് കൊണ്ട് കാര്യമായില്ല, നീ ഖുർആൻ ഓതി ഒരു മൂലക്കിരുന്നത് കൊണ്ട് കാര്യമായില്ല. നിന്റെ പ്രിയപ്പെട്ട മക്കൾ നമസ്കാരവും ചിട്ടയും തഖ്വയും അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ള നോക്കൽ അനിവാര്യമാണ് ഓരോ രക്ഷിതാവിനും. നോക്കണം. അല്ലാതെ വാപ്പല്ലേ തസ്ബീഹ് പിടിച്ചുകൊണ്ട് കുറ്റമ്പാറ പള്ളിയുടെ ഒരു മൂലയ്ക്ക് വരുന്നിട്ട് സുബ്ഹാനല്ലാഹ് 100 എണ്ണം ചെല്ലണം എന്ന് പറഞ്ഞ് 500 എണ്ണം ചെല്ലിയാക്കാം. അപ്പൊ വലിയ കാര്യമായിട്ട് അവിടെ ഇരിക്കുക. മകൻ എവിടെയാ? പഞ്ചാബ് അടിച്ച് നടക്കാണ് വെളിയിൽ കൂടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ പ്രശ്നം. മക്കളെ ശ്രദ്ധിക്കുന്നില്ല. അവരെവിടെയാണ് പഠിക്കാൻ പോകുന്നത്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, കറക്റ്റ് അക്ഷരം തെറ്റാതെ ആ സ്കൂളിന്റെ പേര് പറയാൻ രക്ഷിതാക്കൾക്ക് അറിയൂ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വേണ്ട മക്കളുടെ എണ്ണം എത്രയാണ്. എണ്ണം തന്നെ ചിലപ്പോൾ തെറ്റിപ്പോവും. 5 ചിലപ്പോൾ പറയുന്നത് 7 എന്ന് പറയും. അതാണ് അവസ്ഥ. ആയിക്കോട്ടെ, ഷുഗറുണ്ട്. മക്കളുടേതാകുന്ന വിദ്യാഭ്യാസം ഏത് കോലത്തിലാണ്, അവരുടെ ക്ലാസ് ടീച്ചർ ആരാൻ, അവരുമായിട്ട് വല്ലപ്പോഴും വല്ല വിളിയുണ്ടോ? ഏതെങ്കിലും ഒരു മീറ്റിംഗ് വെച്ചാൽ ആരെങ്കിലും രക്ഷിതാക്കൾക്കുള്ള മീറ്റിംഗ് വെച്ചാൽ പോകാറുണ്ടോ? മീറ്റിംഗ് വെച്ച വാപ്പയും ഉമ്മയും അറിയാറുണ്ടോ? മക്കള് പറയാറുണ്ടോ? പഴയ കാലഘട്ടം പോലെ പ്രോഗ്രസ്സുകാർ ഒപ്പിടുന്ന ഒരു ശൈലി പോലെ ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഒന്ന് അറിയാൻ വേണ്ടിയെങ്കിലും കൃത്യമായി സ്കൂളിൽ പോകാറുണ്ടോ? മദ്രസയിലെ ഉസ്താദുമാര് ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ മകന്റെ ഖുർആനോദൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ അവസ്ഥ. നമുക്കെന്തെങ്കിലും പ്രൈസ് കിട്ടിയെന്നറിയുമ്പോ മക്കളെ കൊള്ളാം മോനെ എന്ന് പറയുന്നതിനപ്പുറം ആ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ പോക്ക് എങ്ങനെയാണ്, ഇത് അറിഞ്ഞിരിക്കണം. കാരണം തെറ്റുകുറ്റങ്ങൾ വ്യാപിച്ചു വരുന്ന കാലഘട്ടം, കള്ളുകുടികൾ അധികരിച്ചു വരുന്ന കാലഘട്ടം, കൂട്ടുകാര് മോശമാകുന്ന കാലഘട്ടം. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال ഖല്ലീനി ഒഴിവാക്കണേ, ഖല്ലി എന്ന സഹോദര, ഖുല്ലത്തൽ ഖിദലാനി നിന്യന്മാരുമായുള്ള സഹവാസത്തെ കൂട്ടുകെട്ടിനെ നീ ഒഴിവാക്കണേ. ഖൗഫൽ ഖാത്തിമ നാളെ അന്ത്യം ഭയന്നിട്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടുള്ള മോശപ്പെട്ട കൂട്ടുകെട്ട് നീ ഒഴിവാക്കണേ. ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ നല്ല നല്ല സാലിഹീകളാകുന്ന കൂട്ടുകാരെ കണ്ടെത്തൽ ഓരോ പുരുഷന്മാർക്കും ഓരോ സ്ത്രീകൾക്കും അനിവാര്യമാണ്. നിന്നെ ജുമഅയ്ക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനാണോ? ഇന്നാലിന്ന സ്ഥലത്ത് വാഴുണ്ട് നമുക്കൊന്ന് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരിയാണോ? ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന മതപ്രഭാഷണത്തിന് നമുക്കൊന്ന് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരനാണോ? പള്ളിയിലുള്ളതാകുന്ന ഇന്ന ക്ലാസ്സിൽ നമുക്കൊരു 10 നേരം ഇരിക്കണ്ടേ എന്ന് പറയുന്നതാകുന്ന കൂട്ടുകാരൻ നിനക്കുണ്ടോ? ജമാഅത്തുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി നിന്റെ കൂടെ നെഞ്ചോടുകൂടി ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരുണ്ടോ? ഇല്ലെങ്കിൽ മുസ്ലിമത്തെ ഖേദമാണ്. ആഖിറം വളരെ പ്രയാസമാണ്. ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല. തെറ്റ് ചെയ്യുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും വലിയ തെറ്റുകാരെന്നറിയുമോ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ആ തെറ്റ് പരസ്യപ്പെടുത്തുന്ന ആളുകളാണ്.
തെറ്റ് ചെയ്യുന്ന വിഭാഗങ്ങൾ 4 വിഭാഗമുണ്ട്. എത്ര വിഭാഗമുണ്ട്? 4 വിഭാഗമുണ്ട് തെറ്റ് ചെയ്യുന്നവർ. ഒന്ന്, തെറ്റ് ചെയ്യുന്നതിൽ ദുഃഖിക്കുന്നവരുണ്ട്. തെറ്റ് ചെയ്തു പോയി, പടച്ച റബ്ബേ അറിയാതെ കള്ളു കുടിച്ചു പോയി, ലഹരി നുണഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്തു പോയല്ലോ അള്ളാഹുവെ, ദുഃഖിക്കുന്നവർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അത് രക്ഷയുടെ ഒരു മാർഗമാണ്. കാരണം തൗബയുടെ നിബന്ധനകൾ 4 എണ്ണമാണ്. അതിലൊന്നാണ് അത്തൗബത്തു അന്നദം, എന്ത് ഖേദമുണ്ടാവുക. അതിൽപ്പെട്ടതാണ് اطلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. ആദ്യം ഉണ്ടാകേണ്ടത് ഖേദം തന്നെയാണ്. അത് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമതാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിഞ്ഞു നിൽക്കുക. തൗബയുടെ നിബന്ധനകൾ 4 തൗബയുടെ നിബന്ധനകൾ 4. തെറ്റ് ചെയ്യുന്ന കൂട്ടർ എത്ര? 4. തെറ്റ് 4 വിഭാഗത്തിലുണ്ട്. തൗബയുടെ നിബന്ധനകൾ 4 ഉണ്ട്. അതായത് 1 ഖേദം, 2 ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിഞ്ഞു നിൽക്കുക, 3-മത്തത് മേലിൽ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോകൂല എന്ന് ഉറപ്പിക്കുക. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇനി ആ തെറ്റിയൂല എന്ന് ഉറപ്പിക്കുക. 3 ഇത് 3 ആയാൽ തൗബ നസൂഹാവും. ഒരെണ്ണം കൂടി ചേരണം. ഏതാണത്? സൃഷ്ടികളുടെ ബാധ്യതയാണ് എങ്കിൽ അത് അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം. പൈസ കൊടുക്കാനുണ്ട്, പൈസ കൊടുക്കണം. ചീത്ത വിളിച്ചാണെങ്കിൽ അവരെ കണ്ടിട്ട് ഞാൻ ഇന്നാൾ ഇങ്ങനെ സംസാരിച്ചു വരുന്നു, പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. എന്തെങ്കിലും ഏശനിയോ വരദൂഷണോ ഭീഷണിയൊക്കെ മുഴക്കുകയാണെങ്കിൽ അവരെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? പൊരുത്തപ്പെടിക്കണം. ഇല്ലെങ്കിൽ റമളാനൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല. നോമ്പ് വെറുതെ പിടിക്കാം, വെറുതെ ഉദരവ്യായാമം നടത്താം, യാതൊരു പ്രയോജനവും ഇല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ പറഞ്ഞ 4 ഘടകങ്ങൾ കൂടി ചേരണം. ഒന്നേതാണ്? ഖേദം, ചെയ്തുപോയ തെറ്റിനെ തൊട്ട്. രണ്ടാമത് ചെയ്തുപോയ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 3-മത്തത് മേലിൽ ഇനി ആ തെറ്റ് ചെയ്യുകയില്ല. ഉദാഹരണം, കള്ളുകുടിച്ചാണ്, അല്ലെങ്കിൽ ഭർത്താവുമായി വഴക്കഴിച്ചതാണ്. അപ്പൊ അതിൽ ഖേദിച്ചു, ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ഇനി ഒരിക്കലും പടച്ചറപ്പ് ഞാനത് ഉണ്ടാവൂല്ല. ഭാര്യ ഞാൻ ഇന്നാള് പ്രശ്നം ഉണ്ടായപ്പോ അവളുമായിട്ട് വഴക്കടിച്ചു, അവളെ ഞാൻ അടിച്ചു, പടച്ചറപ്പ് ഇനി ഞാൻ അങ്ങനെ ഉണ്ടാവൂല എന്ന് ഭർത്താവ് എന്ത് ചെയ്യും? ദൃഢനിശ്ചയം ചെയ്തു. കള്ളുകുടിച്ചതാണ്, ഇനി അങ്ങനെ ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്തു. സൃഷ്ടികളുമായിട്ടുള്ളതാണ് എങ്കിൽ 4-മത്തത് അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഈ 4 നിബന്ധനകൾ മേളിച്ചെങ്കിലേ തൗബയാവുള്ളൂ. അതിനാണ് നസൂഹായ തൗബ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തെങ്കിലേ വൻ പാപങ്ങൾ പൊറുത്തു. ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള നേരത്തെ പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? വൻ പാപങ്ങൾ പൊറുക്കാൻ ഈ പറഞ്ഞ 4 ഘടകങ്ങൾ വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന ഇതിലേക്കാ. തെറ്റുകൾ 4 രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. 1, ദുഃഖിക്കും, ചെയ്തുപോയ തെറ്റിനെ തൊട്ട് ദുഃഖിക്കും. 2-മത് ചെയ്തുപോയ തെറ്റിനെ കൊണ്ട് സന്തോഷിക്കും. അതിനകത്ത് ചില ആളുകളുണ്ട്, ഒരു തെറ്റ് ചെയ്യാൻ പറ്റിയാൽ സന്തോഷിക്കുക. ഉദാഹരണം പറയാം, ഒരാൾക്ക് സിനിമ ഭയങ്കര പ്രിയാണ്. അങ്ങനെ പ്രിയായി ഭയങ്കര ഇഷ്ടമാണ്. അതിനുള്ള അവസരങ്ങളൊക്കെ അവൻ കിട്ടുന്നതൊക്കെ ടെലഗ്രാമിന് വഴി കൂട്ടുകാർ മുഖേന എല്ലാം കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് പുതിയ പടമൊക്കെ ഇറങ്ങിയത്. വടച്ചറബേ, ആകെ പെട്ടുപോയല്ലോ, പ്രീസ്റ്റ് കാണണമെന്ന് പറ്റിയില്ല, വടച്ചറബേ. അങ്ങനെ ഇവൻ ഒരു കൂട്ടുകാരനുമായിട്ട് അവൻ പറഞ്ഞടാ, നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുറക്കുന്ന സമയത്ത് പതുക്കെ പോയി തിയേറ്ററിൽ പോയി ആ പടം കാണാം. അവൻ, നീ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഞാൻ എടുത്തുതരാം. അപ്പൊ ഇവൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കൂട്ടുകാരൻ ഒപ്പിച്ചു കൊടുത്തു. ഇവനുമായിട്ട് നേരെ പടം പോയി കണ്ടു കഴിയുമ്പോൾ ഇവനൊരു സന്തോഷം മനസ്സിൽ വരിക. കാരണം എന്താ കാര്യം? സന്തോഷം വരിക. കാരണം ഈ പടം കാണാൻ പറ്റിയല്ലോ, റാഹത്തെ. ഒരുപാട് ആഗ്രഹമായിരുന്നു മനസ്സിൽ. കാരണം ഇവന് ശൈത്താനിയത്ത് ഓൾറെഡി ഉണ്ട്, പിശാച് ഓൾറെഡി കടക്കാൻ. അതുകൊണ്ട് ഇവൻ ഈ തെറ്റ് ചെയ്തതിൽ സന്തോഷിക്കാൻ. എല്ലാ ദിവസവും ക്വാർട്ടർ അടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. നോമ്പ് വന്നതോടെ ഇങ്ങനെ മുടങ്ങിക്കുക. അപ്പൊ ഒരുത്തം പറഞ്ഞിട, നമുക്കില്ല അവിടെ ഇപ്പുറത്തെ സൈഡില് ആ റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ ചെറിയ പരിപാടിയുണ്ട്, ഔറാദുണ്ട്, അങ്ങോട്ട് വന്നാൽ കൂടാ. അവിടെ ഉണ്ടോ? അവിടെ എന്റെ പൈസയൊന്നും ഫുൾ കുപ്പി റാഹത്തായിട്ട്. അപ്പൊ രാത്രിയിൽ അവിടെ പോയി വെക്കുക, റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ വെക്കുക, അടിച്ചിട്ട് കിറങ്ങി വെക്കുക, ഹാജിയാർ വെക്കുക വരികയാണ്. അപ്പൊ ഹാജിയാർ ഉള്ളിൽ എന്താണ്? ഒരു സന്തോഷമാണ്. ചൈത്താനീയത്താണെങ്കിൽ പോലും സന്തോഷം. എന്താ കാര്യം? അടിക്കാൻ പറ്റിയല്ലോ, നല്ല സന്തോഷം. അപ്പൊ തെറ്റ് ചെയ്തതിന്റെ പേരിൽ സന്തോഷിക്കുന്ന ആളുകൾ അതുണ്ടാവും. 1, തെറ്റിയതിന്റെ മേൽ ദുഃഖിക്കുക. 2-മത് തെറ്റിയതിന്റെ മേൽ സന്തോഷിക്കുന്ന ആളുകൾ. 3-മത്തെ വിഭാഗം തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകൾ. ശ്രദ്ധിക്കണേ, തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളുണ്ട്. ഒരു തെറ്റ് ഒരു വട്ടം ചെയ്യല്ല, പിന്നെയും ചെയ്യാം. അങ്ങനെയുണ്ട്. തെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്.
ഇത്ര ആളുകൾ വ്യഭിചരിക്കുന്നവർ വിചാരം അധികരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, കള്ളുകുടിക്കുന്നവർ അതിന്റെ പുറകെ തന്നെ നിൽക്കുന്നു, ആവർത്തിക്കുന്നവർ, ഭാര്യയുമായി ഭർത്താവുമായി വഴക്കടിക്കുന്നവർ അത് ആവർത്തിക്കുന്നു, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവർ, വൻ പാപത്തിൽ പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആവർത്തിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ. വലിയ പാതകമല്ലേ, വലിയ പാതകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈസ സഗീറുൻ ബിസഗീരിൻ മഅൽ ഇസ്റാർ. സ്ഥിരമായി ചെയ്യുന്ന ഒരു ചെറിയ തെറ്റുകുറ്റവും അത് ചെറുതല്ല, ചെറുതല്ല. സ്ഥിരമായി ചെയ്യുന്ന ഒരു ചെറിയ കുറ്റവും അത് ചെറുതല്ല. ഒരാൾ ചെറിയ തെറ്റാ ചെയ്യുന്നത്, പക്ഷെ അത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, ചെറിയ കുറ്റമല്ല, വൻ പാപമായി എഴുതും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വൻ പാപം എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന പോലെ, വ്യഭിചരിക്കുന്നത് പോലെ, സിഹർ ചെയ്യുന്നത് പോലെ, മാരണ ചെയ്യുന്നത് പോലെ, കൊല നടത്തുന്നത് പോലെ ഒക്കെ ഉൾപ്പെടും. എന്ത്? ഒരു ചെറിയ തെറ്റിന്മേൽ സ്ഥിരമായി ചെയ്തു പോന്നാൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്ഥിരമായി ചെയ്തതാകുന്ന ഒരു പ്രവർത്തനം അത് ചെറുതാണ് എങ്കിൽ അത് ഒരിക്കലും ചെറുതായി അള്ളാഹു ഗണിക്കുകയില്ല. ഒരാൾ വലിയ പാതകം ചെയ്യുന്നുണ്ട്, ആ വലിയ തെറ്റ് തന്നെ അവൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ അതും ഒരു വലിയ പാതകമല്ല. ഒരാൾ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യാ, ഒരു 10 അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയേക്ക. ഒരാളെ കൊല നടത്തി, കൊലപാതകം ചെയ്തിട്ട് അടച്ച റബ്ബേ ചെയ്തു പോയി, അസ്തഗ്ഫിറുല്ലാഹ് കഴിഞ്ഞു. അങ്ങനെയല്ല, അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലണ്ട എന്നല്ല, മറിച്ച് അവൻ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ തെറ്റിന്റെ മേൽ സ്ഥിരമായി ചെയ്തുകൊണ്ട് തന്നെ സ്ഥിരമായി ആവർത്തിച്ച് ചെയ്യുകയാണ്. എന്നിട്ട് വലിയ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് ഇസ്തിഗ്ഫാറും ചെല്ലുന്നു. അപ്പൊ റബ്ബിനെ കളവാക്കുകയാണ്, റബ്ബിനെ മോശക്കാരനാക്കുകയാണ്. അവന്റെ ഇസ്തിഗ്ഫാർ കൊണ്ട് അവൻ നന്നാകുന്നില്ല. ഇത് നമ്മളിൽ ധാരാളം ആളുകൾ ചെയ്യുന്നതാണ്. വലിയ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നുണ്ട്, എന്നിട്ട് റമദാൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇസ്തിഗ്ഫാറിൽ, റമദാൻ കഴിയുമ്പോൾ പെരുന്നാളിലന്ന് വീണ്ടും പഴയതുപോലെ. ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് നിലകൊള്ളുന്നതാകുന്ന ആളുകളെ തന്നെ വീണ്ടും വീണ്ടും വലിയ തെറ്റുകൾ ചെയ്താൽ അതവന് വലിയ നഷ്ടം തന്നെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പം തെറ്റുകൾ ആവർത്തിക്കുന്ന വിഭാഗം മൂന്നാമത്തത് അതാണ്. നാലാമത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. എന്ത്? തെറ്റ് ചെയ്തിട്ടത് പരസ്യപ്പെടുത്തുന്നു. സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് സ്റ്റാറ്റസ് വീഡിയോ ഇടുക, തിയേറ്ററിൽ ഇരുന്നതും അവിടെ ഇരുന്നതും അതിന്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട, നമ്മുടെ കൗമിൽപ്പെട്ട ആളുകളുടെ ആരെയും പറയുന്നു. ഞാൻ ഇന്നലെ പോയി അത് കണ്ടു, റാഹത്തായിട്ട് നമ്മളിതിൽ ഭാഗമാക്കായി 550 കോടിയിൽ എന്റേതാകുന്ന ചില്ലറ പൈസയും കൂടി ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ അഹന്ത വെച്ചുകൊണ്ട് പരസ്യപ്പെടുത്തുന്നവർ ഒരു കാലഘട്ടത്തിൽ തെറ്റ് ചെയ്താൽ മറച്ചു വെക്കുന്ന ആളുകളായിരുന്നു. വിശുദ്ധമായ റമദാനിൽ ഒരു തെറ്റ് ചെയ്യാൻ മടിക്കുന്നവരായിരുന്നു. അഥവാ ഒരു തെറ്റ് ചെയ്താൽ പോലും പരസ്യമാക്കാതെ ഗോപ്യമാക്കി വെക്കുന്നവനായിരുന്നു. ഇന്ന് പരസ്യമായി ഹോട്ടലുകൾ കയറിയിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുവാനും, പരസ്യമായി നടുറോഡുകൾ വെച്ചുകൊണ്ട് ചുംബന സമരം നടത്താനും, പരസ്യമായി വിശുദ്ധമായ റമദാനിൽ പോലും തിയേറ്ററിൽ പോയിരുന്നുകൊണ്ട് പടം കണ്ടിട്ട് അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വീഡിയോ സ്റ്റാറ്റസുകൾ വെച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കാനുമൊക്കെ സമൂഹം തയ്യാറാകുന്നുണ്ട് എങ്കിൽ ആദരവായ പ്രവാചകന്റെ ഒരു അധ്യാപനം അവന്റെ കാതിൽ കുറിച്ചിടണം. എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാത്തുൻ, കുല്ലു ഉമ്മത്തി മുആഫാത്ത്. എന്റെ ഉമ്മത്തിലുള്ളതാകുന്ന സർവർക്കും അല്ലാഹു മാപ്പ് ചെയ്യുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി തെറ്റ് ചെയ്യുന്നവരൊഴികെയെന്ന് ഹബീബായ റസൂലുള്ളാഹി. പരസ്യമായി തെറ്റ് ചെയ്യുന്നവരൊഴികെ ബാക്കിയുള്ളതാകുന്ന സർവർക്കും അല്ലാഹു മാപ്പ് ചെയ്യുമേ. ആരാണ് പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെയുമോ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, രാത്രിയിൽ ആരും അറിയാതെ രഹസ്യമായി അവൻ തെറ്റ് ചെയ്യുകയാണ്. അല്ലാഹും അവന് മാത്രമായി അറിഞ്ഞിട്ടുള്ളത് രഹസ്യമായ തെറ്റ്. എന്നിട്ട് നേരം വെളുക്കുമ്പോ അവൻ വിളിച്ചു പറയുകയാണ്, ഇന്നി അമിലത്തുൽ ബാരിഹത കദാ വകദാ, ഇന്നി അമിലത്തുൽ ബാരിഹത കദാ വകദാ, ഞാൻ ഇന്ന തെറ്റൊക്കെ ഇന്നലെ രാത്രി ഞാൻ ചെയ്തവനാണ് എന്ന് സോഷ്യൽ മീഡിയ വഴിയോ കൂട്ടുകാരോടോ വിളിച്ചു പറയുന്നവരെ, നാട്ടുകാരോട് വെളിപ്പെടുത്തുന്നവരെ, തെറ്റുകൾ മറച്ചു വെക്കാനുള്ളതാണത് മറച്ചു പിടിക്കാതെ പരസ്യപ്പെടുത്താൻ പോലും മടിയില്ലാതെ ഉളുപ്പില്ലാതെ നിലകൊള്ളുന്നവരെ, അവന്റെ ഹൃദയത്തിൽ ഈമാൻ അണിമണി തൂക്കം പോലുമില്ല, പരിപൂർണമായി നഷ്ടപ്പെട്ട
നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലാണ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്, അവനൊഴികെ ബാക്കിയുള്ള സർവർക്കും അല്ലാഹു സർവ്വ തെറ്റുകളും പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഇന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി വിചരിക്കുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി തിയേറ്ററിൽ പോകുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി കള്ളു കുടിക്കുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി നിസ്കരിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ നിസ്കരിക്കാത്തവനാണ്, ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ യുക്തിവാദിയാണ്, ഞാൻ മുസ്ലിമല്ല എന്ന് പരസ്യപ്പെടുത്തുന്ന മുസ്ലിം സഹോദരിമാര് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് എത്രയോ സഹോദരിമാര്, അത്തരത്തിലുള്ളതാകുന്ന സഹോദരിമാര് നേർക്ക് നേരെ നമ്മൾ കാണുകയല്ലേ. നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയം വല്ലാത്ത പ്രയാസമാണ്. ഈമാനില്ലാതെ ചത്തുപോകുന്ന രംഗമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആരുടെ തൗബയാണ് പടച്ച റബ്ബ് സ്വീകരിക്കുന്നത്? കുറ്റന്മാറയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, പാതിരാത്രി സമയത്ത് മോശപ്പെട്ട സംസ്കാരങ്ങൾ വാരിപ്പുണർന്ന് സ്വന്തം മാതാപിതാക്കൾ പോലും അറിയാതെ തന്റേതാകുന്ന കൂട്ടുകാരിൽ നിന്ന് ആരിൽ നിന്നാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു അപേക്ഷ വരുന്നത്, മെസ്സഞ്ചറിലൂടെ ഒരു ചാറ്റ് വരുന്നത്, എന്തെങ്കിലും ഒരു ചാറ്റിംഗ് നടത്താൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരെ, ഒരു പുതപ്പിന്റെ കീഴിൽ വെച്ചുകൊണ്ട് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ.